ഇരവിപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ വയോധികനെ കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ആകെ അന്ന് ഞെട്ടിച്ചതാണ്. ആ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതിയായ നവാസിന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. നവംബർ 8 കൊല്ലം ഇരവിപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ വെച്ച് വയോധികനായ സെബാസ്റ്റ്യനെ നവാസ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ വാർത്തയെന്ന് കേരളം ആകെ ചർച്ച ചെയ്തതും കേരളത്തിലെ ഒന്നാകെ ഞെട്ടിപ്പിച്ച വാർത്തയുമായിരുന്നു. സെബാസ്റ്റ്യന്റെ വീടിന് മുന്നിൽ പ്രതി നവാസ് നിരന്തരം ബീഡിക്കുറ്റികൾ ഇടുന്നതിനെ ചൊല്ലിയായിരുന്നു ആ തർക്കം ആദ്യം ആരംഭിക്കുന്നത്. ഇത് സെബാസ്റ്റ്യന്റെ ഭാര്യയും മകളും നവാസിന്റെ അമ്മയോട് പരാതിയായി പറയുകയും ചെയ്തിരുന്നു. ഈ പരാതി പറച്ചിലിനെ തുടർന്ന് സെബാസ്റ്റ്യന്റെ കുടുംബത്തോട് നവാസിന് അടങ്ങാത്ത പകയുമുണ്ടായിരുന്നു. ആ പക പിന്നീട് കൂടുതൽ വർദ്ധിച്ചു. അങ്ങനെയിരിക്കെ 2023 നവംബർ 8 ഉച്ചയ്ക്ക് സെബാസ്റ്റ്യൻ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കയറിയ നവാസ് ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് സെബാസ്റ്റ്യനെ വെട്ടുകത്തി ഉപയോഗിച്ച് തലയിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് തലയോട്ടി പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ സെബാസ്റ്റ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരിച്ചത്. കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം കഠിനാടവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 5 വർഷത്തെ തടവുമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. കൂടാതെ 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ ഇരവിപുരത്ത് സുനാമി ഫ്ളാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ട് എതിർവശത്തുള്ള വീട്ടിലായിരുന്നു പ്രതി താമസിച്ചിരുന്നത്. പ്രതി സ്ഥിരമായി ബീഡി വലിച്ചതിന് ശേഷം ബീഡിക്കുറ്റികൾ ഈ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിയുമായിരുന്നു. ഈ സംഭവ ദിവസം ഇങ്ങനെ വലിച്ചെറിഞ്ഞത് സെബാസ്റ്റ്യൻ്റെ ഭാര്യയും മരുമകളും പ്രതിയുടെ അമ്മയോട് പരാതി പറഞ്ഞു. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വീട്ടിൽ വന്ന അവസരത്തിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കത്താളുമായി വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി അയാളെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയും കൊണ്ടുപോയി 18-ാം തീയതി മരണപ്പെട്ടു. അന്ന് മലയാളികളെയാകെ കേരളത്തെയാകെ ഞെട്ടിച്ച ഒരു കൊലപാതകം. നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ജീവൻ ത്യജിക്കേണ്ടി വന്ന ഒരു കൊലപാതകം. കേസിന്റെ വിചാരണ വേളയിൽ പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. എന്നാൽ കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയതും ആയുധം ഒളിപ്പിച്ചതുമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിയുടെ മനോനില സംബന്ധിച്ച വാദം അംഗീകരിക്കാനാവില്ലെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചത്. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ട കോടതി ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ കുറ്റത്തിന് 5 വർഷം തടവും 25,000 രൂപ പിഴയൊടുക്കണമെന്നും വിധിയിലുണ്ട്. അങ്ങനെ ഒരു നിരപരാധിയുടെ കൊലപാതകത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.